ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, വെളിപാടിൻ്റെ പുസ്തകം 2ഉം 3ഉം അധ്യായങ്ങളിലെ 7 സഭാ സമൂഹങ്ങൾക്കായി കർത്താവ് നൽകുന്ന സന്ദേശങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിലെ ഏറ്റവും അവസാനം കർത്താവ് നൽകുന്ന സന്ദേശം ലൗദീക്കയിലെ സഭയ്ക്കാണ്. ഇത് ദീർഘമായിട്ടുള്ളൊരു സന്ദേശമാണ് 3ആം അധ്യായത്തിൽ കർത്താവ് നൽകുന്നത്. നമ്മളിത് കാണുന്നത് വെളിപാടിൻ്റെ പുസ്തകം 3ആം അധ്യായം 14 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിലാണ്. കർത്താവ് അവിടെ ഈ സഭയെ ഒരർത്ഥത്തിൽ കർത്താവിൻ്റെ വേദന, കർത്താവിൻ്റെ വിഷമം ഈ സഭയോട് പറയുന്നുണ്ട്. കർത്താവ് പറയുന്നു, നിനക്ക് ചൂടുമില്ല, നിനക്ക് തണുപ്പുമില്ല. ചൂടോ തണുപ്പോ നിനക്കുണ്ടാകണമായിരുന്നു. ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് നീ മന്ദോഷ്ണനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളയും എന്നാണ് ഈശോ ഇവിടെ പറയുന്നത്. നമ്മൾ കാണുന്നു വെളിപാടിൻ്റെ പുസ്തകം 3ആം അധ്യായം 15ഉം 16ഉം തിരുവചനങ്ങളിലെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നിൻ്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്ണനാകിയാൽ നിന്നെ ഞാൻ വായിൽ നിന്ന് തുപ്പിക്കളയും. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ചൂടുള്ള ക്രൈസ്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ സുവിശേഷം പറയാനായിട്ട് ചൂടുള്ള, എരിവുള്ള ഒരു ക്രൈസ്തവനായിട്ട് രൂപാന്തരപ്പെടുക. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരർത്ഥം ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുക, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക, ഈശോയുടെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക. അപ്പോൾ നമ്മൾ ചൂടുള്ളൊരു ക്രൈസ്തവനായിട്ട് തീരും. കർത്താവിൻ്റെ തീഷ്ണതയുള്ള, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ക്രൈസ്തവനായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മൾ രൂപാന്തരപ്പെടും. അതുപോലെ തന്നെ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സൗഖ്യം, കർത്താവിൻ്റെ ഒരു ആശ്വാസം, കർത്താവിൻ്റെ ഒരു നിറവ്, ഒരു സാന്ത്വനം, കർത്താവിൻ്റെ സാന്ത്വനം ഹൃദയത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുക. ഇങ്ങനെ കർത്താവിൻ്റെ സൗഖ്യവും കർത്താവിൻ്റെ സമാധാനവും കർത്താവിൻ്റെ സമാശ്വാസവും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് കർത്താവിൻ്റെ ഈ ശാന്തതയും സന്തോഷവും സമാധാനവും സൗഖ്യവും നൽകുന്നവരായിട്ട് തീരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം തീക്ഷ്ണതയോടുകൂടി നമ്മൾ പ്രഘോഷിക്കും, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തും. ചൂടുള്ള ക്രൈസ്തവൻ കർത്താവിൻ്റെ സൗഖ്യവും ശാന്തതയും കർത്താവിൻ്റെ ആ കൃപയും ആനന്ദവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് അതിന് നമ്മൾ സാക്ഷ്യം വഹിക്കും. അപ്പം നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ സൗഖ്യം നൽകുന്നവരായി തീരും. നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ സ്നേഹം, ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ സമാശ്വാസം നൽകുന്നവരായിട്ട് തീരും. സുവിശേഷത്തിലെ കർത്താവിൻ്റെ ഈ ആശ്വാസം നമ്മൾ സ്വീകരിക്കാൻ കർത്താവ് തന്നെ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എൻ്റെ അരികിലേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോ ആവർത്തിച്ച് സുവിശേഷത്തിൽ ഇന്ന് ആവശ്യപ്പെടുന്നൊരു കാര്യം ഇതാണ്: നിങ്ങൾ എൻ്റെ അരികിലേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മൾ കാണുന്നുണ്ട് ഫാത്തിമയിലെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള 3 കുഞ്ഞുങ്ങൾ. അതിലെ ആ 3 മക്കൾ, ഏറ്റവും മൂത്തവൾ ലൂസിയാണ്. പിന്നീട് സിസ്റ്ററായിട്ട് പ്രായം ചെന്നിട്ടാണ് സിസ്റ്റർ ലൂസി മരിക്കുന്നത്. പിന്നെ 2 പേര് ഫ്രാൻസിസ്കോ, പിന്നെ ജസീന്ത. ഇതിൽ അവസാനമുള്ള 2 പേരും വിശുദ്ധരായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സിസ്റ്റർ ലൂസി മരണമടഞ്ഞതിനെ തുടർന്ന് നാമകരണ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ ഈ 3 മക്കൾക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇതിലെ ഈ ഫ്രാൻസിസ്കോ ആ കാലഘട്ടങ്ങളിൽ വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മകനായിരുന്നു. ഫ്രാൻസിസ്കോ ക്ലാസ്സിലേക്കൊക്കെ പോകുന്നതിനിടയിൽ പലപ്പോഴും ഈശോയുടെ അരികിലേക്ക് ഓടിച്ചെല്ലും, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഓടിച്ചെല്ലും. എന്നിട്ട് പള്ളിയിൽ കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ ഒരു തവണ ഫ്രാൻസിസ്കോ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ആ മറഞ്ഞിരിക്കുന്ന ഈശോയുടെ കൂടെ ആയിരിക്കാൻ വലിയ ഇഷ്ടമാണ്. ഇതാണ് ഈ തണുപ്പ്. ഈ തണുപ്പെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വിശുദ്ധമായ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിശബ്ദനായിട്ടിരിക്കുക, കർത്താവിൻ്റെ സൗഖ്യം നിറഞ്ഞ നിശബ്ദ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ സ്നേഹത്തോടു കൂടി ആയിരിക്കുക.
അപ്പോൾ കർത്താവിൻ്റെ ആശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞു വരും. ഫ്രാൻസിസ്കോ പറഞ്ഞ ഇതാണ്, എനിക്ക് മറഞ്ഞിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ ആയിരിക്കാനായിട്ട് ഇഷ്ടമാണ്. മറഞ്ഞിരിക്കുന്ന ഈശോ, മറഞ്ഞിരിക്കുന്ന ഈശോ. ഈശോ ദിവ്യകാരുണ്യത്തിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുക. ആ മറഞ്ഞിരിക്കുന്ന ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഫ്രാൻസിസ്കോ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് 10-ാം വയസ്സിൽ മരിക്കുന്നുണ്ട്. 1918 തൊട്ട് 20 വരെ പോർച്ചുഗീസ് നാട്ടിൽ പടർന്നു പിടിച്ച സ്പാനിഷ് ഫ്ലൂ മൂലം ജീവിതത്തിൻ്റെ അവസാനത്തെ കാലഘട്ടങ്ങളിൽ വലിയ അസുഖങ്ങൾ, കുറച്ച് കാലത്തേക്ക് വലിയ വേദന അനുഭവിച്ചു കൊണ്ടാണ് ഈ ഫ്രാൻസിസ്കോ മരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് ഫ്രാൻസിസ്കോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈശോനെ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈശോനെ സ്വീകരിച്ച് കഴിഞ്ഞിട്ടും ഫ്രാൻസിസ്കോ പറയുന്ന വാചകം ഇതാണ്, എനിക്ക് മറഞ്ഞിരിക്കുന്ന ഈശോയെ സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. വലിയ സന്തോഷമായിരുന്നു അവനന്ന്. മറഞ്ഞിരിക്കുന്ന ഈശോയെ സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. 100 വർഷങ്ങൾക്ക് ശേഷം 2017 മെയ് 13 തൻ്റെ സഹോദരി ജെസീന്തയുടെ കൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവർ 2 പേരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ മറഞ്ഞിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലെ നമുക്ക് അനുഭവിക്കാനായിട്ട് തന്നെ പ്രിയമുള്ളവർ നമുക്ക് സാധിക്കണം. ഈശോ ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ഈശോയുടെ അരികിൽ ആയിരിക്കാനായിട്ട് നമ്മൾ തീരുമാനങ്ങളെടുക്കണം. കുർബാനയ്ക്ക് നമ്മൾ വില കൊടുക്കണം, പ്രാധാന്യം കൊടുക്കണം. കുർബാനയുടെ മുമ്പിൽ നമ്മളായിരിക്കണം. ആരാധനയ്ക്ക് നമ്മൾ സമയം കൊടുക്കണം. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ സമയം കൊടുക്കണം. പണ്ടൊക്കെ അങ്ങനെ നല്ലൊരു ശീലം ഉണ്ടായിരുന്നു. കുറച്ച് സമയം, കുറേ നേരം ഇല്ലെങ്കിലും ആ പള്ളിയിലേക്ക് ഒന്ന് ഓടിപ്പോയി ഈശോനൊന്ന് കണ്ട് എന്തെങ്കിലും ഈശോടൊന്ന് പറഞ്ഞ് ഒന്ന് പോരുന്ന ആ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിഷ്ഠയാകുക. കർത്താവിൻ്റെ സൗഖ്യം, ആശ്വാസം നമ്മുടെ മനസ്സിൽ അനുഭവിക്കുക. കർത്താവ് തരാനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അൽത്താരയിൽ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് ഇരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം സുന്ദരമായ ക്രൈസ്തവ ജീവിതമായിട്ട് തീരുക. അല്ലെങ്കിൽ നമ്മൾ പരാതി പറഞ്ഞ് നമ്മുടെ ജീവിതം അങ്ങനെയായിട്ട് കഴിയും. അങ്ങനെ കഴിയാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും നമ്മൾ പണിയെടുക്കണം, കർത്താവിന് വേണ്ടി പണിയെടുക്കണം. മനോഹരമായിട്ടൊരു പ്രാർത്ഥനയുണ്ടല്ലോ, CLCയുടെ മനോഹരമായിട്ടൊരു പ്രാർത്ഥന. ഇന്ന് നന്മ ചെയ്യാനായിട്ട് ഇന്ന് ഈശോയ്ക്ക് കൈകളില്ല. ഈശോയുടെ കൈകൾ ഇന്ന് നമ്മുടെ കൈകളാണ്. നമ്മുടെ കൈകൾ അതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. ഇന്ന് കർത്താവിനെ പോലെ ഓടി നടന്ന് നന്മ ചെയ്യാൻ കർത്താവിന് കാലുകളില്ല. നമ്മുടെ കാലുകൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കാം. ഇന്ന് ആശ്വാസവാക്കുകൾ പറയാൻ കർത്താവിന് നാവില്ല. നമ്മുടെ നാവ് കർത്താവിൻ്റെ ആശ്വാസം മറ്റുള്ളവരോട് പറയാൻ കർത്താവിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. കർത്താവിനെ കാരുണ്യത്തോടു കൂടി മറ്റുള്ളവരെ നോക്കാൻ കർത്താവിൻ്റെ ഇന്ന് നമ്മുടെ കണ്ണുകളാണ്. ഈ കണ്ണുകൾ കാരുണ്യത്തോടു കൂടി കർത്താവ് നോക്കുന്ന പോലെ മറ്റുള്ളവരെ നോക്കാനായിട്ട് നമുക്ക് കർത്താവിനെ സമർപ്പിക്കാം എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള കൊച്ചുനാളിൽ നമ്മളൊക്കെ ചെല്ലുന്ന CLCയുടെ സുന്ദരമായിട്ടുള്ളൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇന്നും എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും മർത്തായുടെ ചൂട്, തീഷ്ണത, ശുശ്രൂഷ, ചൈതന്യം, അലസതയില്ലാത്തൊരു ജീവിതശൈലി നമുക്കുണ്ടാകണം. ചടുലതയുള്ളൊരു ജീവിതശൈലി നമുക്കുണ്ടാകണം. അത് വേണം. പക്ഷേ അത് മാത്രമായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരാതിയിൽ അവസാനിക്കും. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിന് കൊടുക്കാനായിട്ടൊരു സമയം വയ്ക്കണം. നമ്മൾ സോഷ്യൽ വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല, നമ്മൾ സോഷ്യൽ വർക്ക് ചെയ്യണം, നമ്മൾ പണിയെടുക്കണം, നമ്മൾ ശുശ്രൂഷ മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങണം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കണം. അവിടെ അലസത പാടില്ല, സംശയമില്ല, അവിടെ അലസത പാടില്ല. പക്ഷേ നമ്മൾ വെറും സോഷ്യൽ വർക്കേഴ്സ് മാത്രമല്ല, നമ്മൾ വെറുതെ പണിയെടുക്കുന്നവർ മാത്രമല്ല, നമ്മളുടെ ജോലികളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നവർ മാത്രമല്ല, നമ്മൾ തമ്പുരാൻ്റെ സ്വന്തമാണ്. തമ്പുരാൻ്റെ സ്നേഹം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാണ്. തമ്പുരാൻ്റെ സൗഖ്യം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാണ്. കർത്താവിൻ്റെ അരികിലിരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്ന മറിയത്തെപ്പോലെ കർത്താവിൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് കർത്താവിൻ്റെ വചനങ്ങളുടെ സൗഖ്യം ഹൃദയത്തിൽ അനുഭവിച്ച് ആ അനുഭവം പ്രവൃത്തിയായിട്ട് മാറുന്നവരാണ്. നമ്മിൽ മർത്തായും മറിയവും രണ്ടും ഉണ്ടാകണം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മിൽ മർത്തയുടെ തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, മറിയത്തിൻ്റെ തണുപ്പും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതില്ലാതെ പോയാൽ ക്രൈസ്തവ ജീവിതം പാളും.
ഇന്ന് കൂടുതൽ കാണുന്ന അപകടം നമ്മളൊക്കെ മർത്തായെ പോലെ നടക്കണു എന്നുള്ളതാണ്. വേണം, നമ്മുടെ ശുശ്രൂഷ ജീവിതം വേണം. നമ്മളുടെ പണികൾ, ഉത്തരവാദിത്തങ്ങൾ അലസതയില്ലാതെ നമ്മൾ നിർവഹിക്കണം. സംശയമില്ല, അതിനെക്കുറിച്ചൊരു സംശയമില്ല. നമ്മൾ ചെയ്യണം, അതിലുറപ്പരുത്. അത് നമ്മൾ ചെയ്യണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സന്തോഷത്തോടു കൂടി അത് ചെയ്യണം. ഇന്ന് നമുക്കത് സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റണില്ല. ഈ പണി മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ട് ഈ മർത്ത കംപ്ലൈൻറ്റ് പറയുന്നത് അതുകൊണ്ടാണ്. മറിയത്തിൻ്റെ ഒരു ഹൃദയമില്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഈ പണി മുഴുവൻ എടുത്തിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ദേ പണിയെടുക്കണു, ഞാൻ ദേ പണിയെടുക്കണു, ഞാൻ ദേ പണിയെടുക്കണു. പണിയെടുത്ത് നമ്മൾ തളരാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് അങ്ങനെ പണിയെടുത്ത് തളരാനല്ല, പണിയെടുക്കണം നമ്മൾ. പക്ഷേ മറിയത്തെ പോലെ കർത്താവിൻ്റെ അരികിൽ ഇരിക്കാനായിട്ടുള്ള, കർത്താവിൻ്റെ ഒപ്പമായിരിക്കാനായിട്ടുള്ള ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം എൻ്റെ പ്രിയമുള്ളവർ. അങ്ങനെ വരുമ്പോഴാണ് മർത്തായും മറിയവും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുക. ഈ മർത്തായും മറിയവും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നാലാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധി, ആ കുടുംബത്തിലുണ്ടാകുന്ന വലിയ പ്രതിസന്ധി യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളതൊന്ന് വായിക്കുന്ന നല്ലതാണ്. കർത്താവിൻ്റെ ചൂടും കർത്താവിൻ്റെ തണുപ്പും ഒരേപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മളിവരെ പഠിക്കണം. നമ്മളിത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമായിട്ട് ഈ മർത്തായെയും മറിയത്തെയും നമ്മൾ സ്വീകരിക്കണം. അവരുടെ സഹോദരൻ ലാസർ രോഗബാധിതനാകുന്നു. അവർ അത് ഈശോയെ അറിയിക്കുന്നു. പക്ഷെ അവരുടെ പ്രാർത്ഥന ഈശോ ഉടനെ ഉത്തരമരുളുന്നില്ല. നീ സ്നേഹിക്കുന്നവൻ രോഗബാധിതനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും കർത്താവ് അങ്ങോട്ട് പോകുന്നില്ല സൗഖ്യപ്പെടുത്താനായിട്ട്. കർത്താവ് ആ ഉണ്ടായ സ്ഥലത്ത് തന്നെ വീണ്ടും താമസിക്കുകയാണ്. ലാസർ മരിക്കുന്നുണ്ട്. ലാസർ മരിച്ചു എന്ന് ഉറപ്പ് വരുമ്പോൾ കർത്താവ് പറയും, നമ്മുടെ സഹോദരൻ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താനായിട്ട് നമുക്ക് പോകാം. പാവം ശിഷ്യന്മാർ പറയും, അവൻ കിടന്നുറങ്ങുകയാണെങ്കിൽ തന്നെ എഴുന്നേറ്റോളും. അപ്പോൾ കർത്താവ് പച്ചയ്ക്ക് പറയും, ലാസർ മരിച്ചുപോയി, നമുക്ക് അങ്ങോട്ട് പോകാം. യഹൂദർ കല്ലെറിയുമെന്നുള്ള പേടി ശിഷ്യന്മാരോട് പറയുമ്പോൾ തോമാസ് ലീഹ ചൈതന്യത്തോടു കൂടി മുന്നോട്ട് വന്നുകൊണ്ട് പറയുമ്പോൾ ഒരു നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. അങ്ങനെ ഈശോയും ശിഷ്യന്മാരും ചേർന്ന് ആ മരിച്ച ലാസറിൻ്റെ ബെഥാനിയയിലേക്ക് യാത്രയാകുന്നത് നമ്മളവിടെ കാണുന്നു. അവിടെ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു, എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള റെസ്പോൺസ്. മർത്ത ഓടിച്ചെന്ന് ഈശോയെ സ്വീകരിക്കുന്നു. ജീവിതത്തിലൊരു വേദന ഉണ്ടാകുമ്പോൾ മർത്ത ചെയ്ത പോലെ ചെയ്യണം. ഓടിച്ചെന്ന് ഈശോയെ സ്വീകരിക്കണം. ഓടിച്ചെന്ന് ഈശോയെ സ്വീകരിക്കണം. എനിക്കിപ്പോഴും ഒരു അത്ഭുതം, എന്താ മറിയം അങ്ങോട്ട് പോകാതിരുന്നത്? ഒരു പക്ഷേ താൻ ഇത്രയധികം സ്നേഹിച്ച ഈശോ തൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയൊരു വേദന വന്നപ്പോൾ താൻ അറിയിച്ചിട്ടും ഈശോ ഇടപെട്ടില്ലല്ലോ എന്നുള്ളതൊരു വേദന മനസ്സിൽ നിറഞ്ഞത് കൊണ്ടായിരിക്കില്ലേ ഒരുപക്ഷെ മറിയം ഒരു ചെറിയ വേദന ഞാൻ അനുഭവിക്കുന്നുവെന്ന് ഈശോ അറിയട്ടെ എന്ന് കൂടി ചിന്തിച്ചുകൊണ്ടായിരിക്കില്ലേ മറിയം അങ്ങോട്ട് ഓടിപ്പോകാതിരുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. ഓടിച്ചെല്ലുന്ന പക്ഷെ മർത്ത ഈശോയോട് പറയുന്ന സുന്ദരമായ സാക്ഷ്യമുണ്ട്, എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന്. അവിടെ ഓടിച്ചെന്ന് സ്വീകരിക്കുന്ന മർത്ത, പരാതി പറയുന്ന മർത്ത, ഇതാ പ്രാർത്ഥനയുടെ മനോഹരമായിട്ടൊരു മാതൃകയായിട്ട് മർത്ത ഇവിടെ രൂപാന്തരപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മൾ ഈശോയുടെ അടുത്ത് ചെന്ന് പറയണം. മർത്ത പറഞ്ഞ പോലെ ഓടിച്ചെന്ന് പറയണം. ജീവിതത്തിൽ നമുക്കൊക്കെ വേദനയുണ്ട്, നമുക്കൊക്കെ രോഗമുണ്ട്, നമുക്കൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലേ? കടല്ലേ? കടമുണ്ടോന്നാ? ആർക്കിപ്പോൾ കടമില്ലാത്ത? എല്ലാവർക്കും കട. എല്ലാവരും ലോൺ എടുത്തിരിക്കുക. എല്ലാവർക്കും കടം. വെറുതെ ലോൺ എടുക്കുക. ബാങ്കുകാരാണെങ്കിൽ നിങ്ങളുടെ പിന്നാലെ നടക്കണേ. ഒരു ലോൺ തന്നാലോ ഇതൊക്കെ എടുത്തോ, ഇതൊന്നും വേണ്ടാന്നല്ല അച്ഛൻ പറയണേ, ഇതൊക്കെ എടുത്തോ. പക്ഷേ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. ചവറപിതാവ് പഠിപ്പിക്കുന്നുണ്ട്, എൻ്റെ വരവും ചെലവും ഒരുപോലെ കൂട്ടിമുട്ടിക്കാനായിട്ട് നമ്മൾ പഠിക്കണമെന്ന്.
എൻ്റെ എൻ്റെ വരവ് നോക്കിയിട്ട് വേണം ഞാൻ ചെലവ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇന്നത്തെ ഒരു മാർക്കറ്റ് ഇക്കോണമിയിൽ നമ്മൾ നിർബന്ധിക്കപ്പെടാണ്. നമ്മൾ വെറുതെ ഒന്ന് സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറി നോക്കിയേ. വെറുതെ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി ഒന്നും മേടിക്കാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇതൊരു ചാലഞ്ചാണ്. സൂപ്പർ മാർക്കറ്റ് ചാലഞ്ച്. പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചൊരു സാധനം മാത്രം വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ആവശ്യമുള്ളൊരു സാധനം അത് നിങ്ങൾ വാങ്ങും. അതിൻ്റെ കൂടെ നിങ്ങളൊരു വണ്ടി മുഴുവൻ സാധനമായിട്ട് വാങ്ങി വരും. കാരണം എന്താണ്? പോണ വഴിക്ക് ഒരു സാധനം കാണും, ആ സാധനം അത് വാങ്ങുമ്പോൾ ഇത് ലാഭമാണ്. ഇത് 2 എടുത്താൽ 3 കിട്ടും, ഇത് 3 എടുത്താൽ 6 കിട്ടും. ഒക്കെ മേടിച്ചിടും. ഇനി കാശില്ലെങ്കിൽ വേണ്ട, ക്രെഡിറ്റ് കാർഡ്. ഇടയ്ക്കിടയ്ക്ക് ബാങ്കുകാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, കാർഡ് ചെയ്ത് തരുന്നു. ക്രെഡിറ്റ് കാർഡൊക്കെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചുപയോഗിക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഓൾ വെരി ഗുഡ്. ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ഇതൊക്കെ കൃത്യം മനസ്സിലാക്കി പഠിച്ച് ഞാൻ ഉപയോഗിക്കുമ്പോൾ അത് ശരിയാക്കും. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളില്ലേ, ഇതച്ഛൻ പറഞ്ഞേ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ, വേദനകൾ, കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ, രോഗങ്ങൾ, സ്നേഹം ലഭിക്കാത്ത അവസ്ഥകൾ, ഈ അവസ്ഥകളൊക്കെ എല്ലാ അവസ്ഥകളും ഈശോയുടെ അടുത്ത് വന്ന് പറയണം. അതിന് സമയം നമ്മൾ കൊടുക്കണം. ആ സമയം നമ്മൾ മർത്ത പറയണ പോലെ നമ്മൾ ഈശോയോട് പറയണം. അത് ഈശോ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഈശോ അത് കേട്ട് കഴിയുമ്പോൾ എത്ര സുന്ദരമായിട്ടുള്ള സംസാരം ഈശോയും മർത്തായും തമ്മിലുണ്ടാണ്. വിശ്വാസത്തിൻ്റെ ആരാധനയുടെ മനോഹരമായിട്ടൊരു സാക്ഷ്യമായിട്ട് ആ സംസാരങ്ങളെ രൂപാന്തരപ്പെടുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈശോ പറയും, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയും. അപ്പോൾ മർത്ത പറയും, കർത്താവേ, അന്ത്യദിനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറയും, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ മനോഹരമായിട്ടുള്ള മർത്തായുടെ സാക്ഷ്യം, ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ സാക്ഷ്യപ്പെടുത്തിയതുപോലെ കർത്താവിനെ സുന്ദരമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്ന മർത്തായുടെ വിശ്വാസ സാക്ഷ്യം നമ്മളവിടെ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11-27 തിരുവചനം. അവൾ പറഞ്ഞു, കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് മർത്തായുടെ ഓടി നടന്ന മർത്തായുടെ സുവിശേഷ സാക്ഷ്യപ്രഖ്യാപനം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പ്രഖ്യാപനം ജീവിതത്തിൻ്റെ വേദനകളിലെ നിൻ്റെ വേദന നോക്കിക്കൊണ്ട് ഈശോയോട് നിനക്ക് പറയാൻ സാധിച്ചാൽ അവിടെ അത്ഭുതമുണ്ടാകും. എൻ്റെ പ്രിയമുള്ളവരെ, നിൻ്റെ രോഗം നോക്കിക്കൊണ്ട്, കർത്താവിനെ നോക്കിക്കൊണ്ട് നിനക്ക് പറയാൻ സാധിക്കുമോ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന രക്ഷകനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു? നിൻ്റെ കടം നോക്കിക്കൊണ്ട് നിനക്ക് ഈശോയോട് പറയാൻ സാധിക്കുമോ, കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, നീ രക്ഷകനാണ്, നീ സർവശക്തനായ, സർവാധിപനായ, അത്യുന്നതനായ, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന സർവശക്തനായ തമ്പുരാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിൻ്റെ കടം നോക്കിക്കൊണ്ട്, കർത്താവിനെ നോക്കിക്കൊണ്ട് നിനക്ക് പറയാൻ സാധിക്കുമോ? സ്നേഹം ലഭിക്കാത്ത, പരിഹസിക്കപ്പെടുന്ന, ഒറ്റപ്പെടുന്ന അവസരങ്ങളിലെ ഈശോയെ നോക്കിക്കൊണ്ട്, നിൻ്റെ ജീവിതത്തിലെ വേദനകൾ ഈശോയുടെ മുമ്പിൽ നോക്കിക്കൊണ്ട് മർത്ത പറഞ്ഞ പോലെ നിനക്ക് പറയാൻ സാധിക്കുമോ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, നീ രക്ഷകനായ ദൈവമായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനമായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ നല്ല ഇടയനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ കർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളുടെ വേദന നോക്കിക്കൊണ്ട് ഈശോയെ നിങ്ങളിന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ ഈ വചനം കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമെന്ന് പ്രിയമുള്ളവർ, ഒരു സംശയവുമില്ല. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. കർത്താവ് നിൻ്റെ വേദനകളിൽ ഇടപെടും. മരിച്ചവനെ ഉയർപ്പിച്ചവനാണ് ക്രിസ്തു. ആ മരിച്ച, നിങ്ങളുടെ ജീവിതത്തിലെ മരിച്ചടക്കിയ, അഴുകിയ അവസ്ഥകളിലേക്ക്, തകർച്ചയുടെ അവസ്ഥകളിലേക്ക്,
തകർച്ചയുടെ അവസ്ഥകളിലേക്ക്. പ്രിയമുള്ളൊരു വചനം കേൾക്കുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യും, ഒരു സംശയമില്ല. വചനം കേൾക്കുമ്പോൾ നോക്കിക്കൊണ്ട് കർത്താവിനോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വചനം കേൾക്കുമ്പോൾ തന്നെ, കർത്താവിന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു ടച്ച് ഉണ്ടാവും, കർത്താവിൻ്റെ ഒരു സൗഖ്യം ഉണ്ടാകും, കർത്താവിൻ്റെ ഒരു സൗഖ്യമുണ്ട്. ഇത് പറഞ്ഞിട്ട് മർത്ത ഓടാണ്. മർത്ത ഓടിച്ചെന്ന് മറിയത്തോട് പറയുന്നുണ്ട്, ഗുരു നിന്നെ വിളിക്കുന്നു എന്ന്. സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല. കർത്താവ് പറഞ്ഞു, മർത്തായോട് പറഞ്ഞു, മറിയം എവിടെയെന്ന് ചോദിച്ചോ എന്ന് സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല. പക്ഷേ ഈ സഹോദരി ഓടിച്ചെന്ന് കർത്താവിനെയും മറിയത്തെയും അറിയാവുന്ന മർത്ത, ആ വചനം ആ പാദങ്ങളിലിരുന്ന് കേട്ട മറിയം അവിടെ എത്തിയിട്ടില്ലെന്ന് തിരിച്ചറിയുന്ന മർത്ത ഓടിച്ചെന്ന് മറിയത്തോട് പറയാ, ഗുരു നിന്നെ അന്വേഷിക്കുന്നു എന്ന്, ഗുരു നിന്നെ അന്വേഷിക്കുന്നു എന്ന്. ഇത് കേട്ട മാത്രയിൽ മറിയം ഓടി കർത്താവിൻ്റെ അരികിൽ ചെന്ന് കാൽക്കൽ വീണ് പറയുന്നുണ്ട്, എൻ്റെ പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ മറിയം യേശു നിന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ആരാധനയുടെ സുന്ദരമായ സാക്ഷ്യമായിട്ട് നമുക്കതിനെ കാണാം. അതുവരെ കർത്താവ് ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല. കർത്താവിൻ്റെ പാദങ്ങളിൽ ഇരുന്ന് കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ ഒപ്പിയെടുത്ത ആ മറിയം കർത്താവിൻ്റെ കാൽക്കൽ വീണ് കർത്താവെ ആരാധിച്ചുകൊണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ചയുണ്ടാകുമായിരുന്നില്ല എന്ന് ചങ്ക് പൊട്ടി ആ മറിയം പറഞ്ഞപ്പോൾ സുവിശേഷം എഴുതി വച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും ചെറിയ, പക്ഷേ ഏറ്റവും ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന, മനുഷ്യവംശം ഉള്ളിടത്തോളം കാലം മനുഷ്യന് ധ്യാനിക്കുവാനായിട്ട് അവസരം കൊടുക്കുന്ന ബൈബിളിലെ ഏറ്റവും സുന്ദരമായൊരു വചനം, അവൻ കരഞ്ഞു എന്ന്. കർത്താവ് കരയുകയാണ്. ഒരാരാധകൻ്റെ ആരാധന കണ്ട് കരയുന്നവനാണ് നമ്മുടെ കർത്താവ്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് അത് കേട്ട് നെടുവീർപ്പിട്ടുകൊണ്ട് കർത്താവ് ചോദിക്കും, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയെന്ന്. പ്രിയമുള്ളവരെ, നിൻ്റെ ജീവിതത്തിൻ്റെ വേദന കണ്ട് ചിരിക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നിൻ്റെ ജീവിതത്തിൻ്റെ കടം കണ്ട് അവന് കടായി ആവട്ടെ എന്ന് കണ്ട് പരിഹസിക്കുന്നൊരു ദൈവമല്ല നിൻ്റെ ദൈവം. നിൻ്റെ ജീവിതത്തിൻ്റെ രോഗം കണ്ട്, ക്യാൻസർ കണ്ട്, നിൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ കണ്ട്, നീ ആശുപത്രികൾ കണ്ട് ദുഃഖിക്കുന്നത് കണ്ട് ചിരിക്കുന്നൊരു ദൈവമല്ല നിൻ്റെ ദൈവം. നിൻ്റെ കൂടെ നിന്ന് കരയുന്നൊരു ദൈവമാണ് നിൻ്റെ ദൈവം. നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമാണ് നിൻ്റെ ദൈവം. പ്രിയമുള്ളവർ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അത്ഭുതം സംഭവിക്കണമെങ്കിൽ, മരിച്ച ലാസർ ഉയർത്തെഴുന്നേൽക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് കാണണമെങ്കിൽ, തകർന്നുപോയി അടഞ്ഞ വാതിലുകൾ, ഇനി എൻ്റെ ജീവിതത്തിൽ രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥകളിൽ, ഒരാൾ മരിച്ചടക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ കാര്യം? കഴിഞ്ഞില്ലേ? അതല്ല നമ്മൾ മനുഷ്യർ ചിന്തിക്കണേ. ഇനിയത് കഴിഞ്ഞില്ലേ? അവനൊരു മരിച്ചടക്കി നമ്മളൊരു കല്ലും കൂടി ഇട്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ? അങ്ങനത്തെ അവസ്ഥകളിൽ ആ കല്ലുരുട്ടി മാറ്റി നിൻ്റെ ജീവിതത്തിൽ പ്രത്യാശ വീണ്ടും പുലരുവാൻ വേണ്ടി കടന്നു വരുന്ന ദൈവപുത്രനാണ് നമ്മുടെ ദൈവം. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ജീവിതത്തിൽ സാക്ഷ്യമുണ്ടാവുക. എൻ്റെ പ്രിയമുള്ളവർ, ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റം. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മർത്തായുടെ ചൂട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. മറിയത്തിൻ്റെ ആരാധനയുടെ തണുപ്പ്, സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവിടെ നമ്മുടെ ജീവിതത്തിലെ കർത്താവ് അത്ഭുതം ചെയ്യും. ഈ രണ്ട് വിശുദ്ധരോടും ഇന്ന് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. അലസത നമ്മളെ വിട്ടുപോകണം. നമ്മൾ പലപ്പോഴും മടിയാണ്, നമുക്ക് പണിയെടുക്കാൻ മടിയാണ്. എനിക്ക് മടിയാണ്, നിങ്ങൾക്ക് മടിയാണ്. വിശുദ്ധ മർത്തായോട് നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവിന് വേണ്ടി നമുക്ക് പണിയെടുക്കണം. കർത്താവിൻ്റെ അടുത്ത് ഇരിക്കാൻ നമുക്ക് മടിയാണ്, ഇഷ്ടമില്ല. കർത്താവിൻ്റെ അടുത്തായിരിക്കാൻ നമുക്ക് ഇഷ്ടമില്ല. അപ്പോൾ പലത് കണ്ട് ഡിസ്ട്രാക്റ്റഡ് ആക്കണം നമ്മൾ. വിശുദ്ധ മറിയത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോയുടെ അരികിലിരുന്ന് ഈശോയുടെ വചനം കേട്ട് ഈശോയുടെ തണുപ്പ്, സൗഖ്യം ഹൃദയത്തിലുണ്ടാകാൻ വിശുദ്ധ മർത്തായുടെ ചൂടും വിശുദ്ധ മറിയത്തിൻ്റെ തണുപ്പും ഉള്ള ക്രൈസ്തവരായിട്ട് രൂപാന്തരപ്പെട്ട്
അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ജീവിതങ്ങളായിട്ട്, രൂപാന്തരീകരണങ്ങൾ സംഭവിക്കുന്ന ജീവിതങ്ങളായിട്ട് ഇന്നത്തെ ദിവസം നമ്മുടെയൊക്കെ മാറട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.